അപ്പോൾ നമ്മൾ മുടി ചീവുകയാണെങ്കിൽ തന്നെ മുന്നിൽ നിന്ന് ബാക്കിലോട്ടും ബാക്കിൽ നിന്ന് മുന്നിലോട്ടും സൈഡിലേക്കുമാണ് നമ്മൾ കൂടുതലും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പെട്ടെന്നുണ്ടാകുന്ന മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ക്രമേണ ആയിട്ടുള്ള മുടി കൊഴിച്ചിലും ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ 2 വീലർ ഉപയോഗിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഞാൻ ഡോക്ടർ ജുഫ്ന, ഇലാജ് ആരു ഹെറിറ്റേജ് ഹോസ്പിറ്റലിൽ ഹെർബൽ കോസ്മെറ്റോളജി സ്പെഷ്യലിസ്റ്റാണ്. സൗന്ദര്യവും ആരോഗ്യവുമുള്ള മുടി ആണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം. ശരാശരി മനുഷ്യന് ദിവസം 70 മുതൽ 100 മുടി വരെ കൊഴിഞ്ഞു പോകുന്നതാണ് കണക്ക്. ഇതിൽ ഇപ്പോൾ 100 മുടിയിൽ കൂടുതൽ കൊഴിഞ്ഞു പോവുകയും കുളിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നത് എന്ന അവസ്ഥയെ നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പെട്ടെന്നുണ്ടാകുന്ന മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ക്രമേണ ആയിട്ടുള്ള മുടി കൊഴിച്ചിലും ഉണ്ടാവാറുണ്ട്. ഈ പെട്ടെന്നുള്ള മുടി കൊഴിച്ചിലിൽ കടുത്ത പനിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം, അതേപോലെ തന്നെ ഒരു സർജറിക്ക് ശേഷമൊക്കെ ഉണ്ടാകുന്നതാണ് പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ. അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്ട്രെസ്സ്, താരൻ, മരുന്നുകളുടെ പാർശ്വഫലമായിട്ടുണ്ടാവുന്നത്, ഹോർമോൺ വ്യതിയാനങ്ങളിൽ പ്രത്യേകിച്ച് തൈറോയ്ഡ് ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ, അതുകൂടാതെ തന്നെ പോഷകത്തിൻ്റെ കുറവ്. നമ്മൾ മുടിയിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ് ആവശ്യം. അതിൻ്റെ കുറവ് മൂലം മുടി കൊഴിച്ചിൽ കാണപ്പെടുന്നു. ജനിതകമായിട്ട് ക്രമേണ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതിന് പാറ്റേൺഡ് ഹെയർ ലോസ് എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 2 തരത്തിലായിട്ടാണ് പറയുന്നത്. ഇതിൽ സ്ത്രീകൾക്ക് മുടിയുടെ കട്ടി കുറയുക, നെറ്റി കയറുക, അതേപോലെ തന്നെ സെൻറ്റർ എടുക്കുമ്പോൾ വീതി കൂടുക എന്നുള്ള ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് കഷണ്ടി പോലെ അതിൽ തന്നെ നെറ്റി കയറുന്ന അവസ്ഥയും അതേപോലെ തന്നെ മൂർധാവിലുള്ള മുടി കട്ടി കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുടികളിൽ പലതരത്തിലുള്ള ക്രീമുകളുടെ ഉപയോഗം, ജെല്ലുകളുടെ ഉപയോഗം, പലതരത്തിലുള്ള എണ്ണകൾ മാറ്റി ഉപയോഗം, ഇവയൊക്കെ മുടി കൊഴിച്ചിലിന് കാരണമാകും. അതേപോലെ തന്നെ ഈ 2 വീലർ ഉപയോഗിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കേശത്തിൻ്റെ പരിപാലനം ഏറ്റവും കൂടുതൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നനഞ്ഞ മുടി കെട്ടുകയോ ചീവുകയോ ചെയ്യാതിരിക്കുക, ടൈറ്റായിട്ട് മുടി കെട്ടാതിരിക്കുക, അതേപോലെ തന്നെ മുടി ഉണക്കുമ്പോൾ തുറന്നിട്ട് ഉണക്കാൻ ശ്രമിക്കുക, ഹെയർ ബ്ലവേഴ്സ് അല്ലെങ്കിൽ ഹെയർ ഡ്രയേഴ്സിൻ്റെ ഉപയോഗം ഒഴിവാക്കുക, സ്ട്രെയിറ്റനിങ്, കളറിങ് എന്നതിലെ ഉപയോഗം അമിതമായി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുടി ചീവുകയാണെങ്കിൽ തന്നെ മുന്നിൽ നിന്ന് ബാക്കിലോട്ടും ബാക്കിൽ നിന്ന് മുന്നിലോട്ടും സൈഡിലേക്കുമാണ് നമ്മൾ കൂടുതലും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ ഉള്ളിലേക്കും പുറമേ ആയിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ്. അതുകൊണ്ട് ഇതിൽ കുറേ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്സ്, ഹെയർ പാക്കുകൾ, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ പ്രച്ഛാൻ എന്ന് പറയുന്ന ഡെർമാറോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം മുടി കൊഴിച്ചിലിന് വളരെ തന്നെ ഫലപ്രദമായിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ധാരാളമായി മുടി കൊഴിച്ചിലുള്ള അവസ്ഥയിലാണെങ്കിൽ നിങ്ങളൊരു വിദഗ്ധ ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോയുമായി വീണ്ടും കാണുന്നതാണ്. താങ്ക് യു.